ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ തന്നെ ഈ അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോമണേഴ്സിന്റെ ഓഡീഷനൊക്കെ എന്തായി, എവിടെയായി? കുറേ ആൾക്കാർക്ക് താങ്ക് യു നോട്ടൊക്കെ പറഞ്ഞവർ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. അതായത് താങ്ക് യു ഫോർ അപ്ലൈങ്, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല, നന്നായി നിങ്ങൾ ട്രൈ ചെയ്തു, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്നൊക്കെ രീതിയിലുള്ള മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴായിരിക്കും അഗ്നി പരീക്ഷ തുടങ്ങുന്നത്, ഷൂട്ട് തുടങ്ങുന്നത്, എല്ലാം നമുക്ക് സംസാരിക്കാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്നതിന് മുന്നേ കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു അഗ്നി പരീക്ഷ ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ള ഓഡീഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്തു. ആദ്യം അത് ഡയറക്റ്റ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി അപ്ലൈ ചെയ്തവരുണ്ട്. അത് കഴിഞ്ഞ് മൈജി വഴി അപ്ലൈ ചെയ്തവരുണ്ട്. അത് കഴിഞ്ഞ് വൈറ്റ് ഗോൾഡ് വഴി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ കോള് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ ഒരു ഷോ, ഇതൊരു ഷോ ആയിട്ട് നടത്തും. അഗ്നി പരീക്ഷ സെപ്പറേറ്റ് ഷോ ആയിരിക്കും. അതിലൊരു ജഡ്ജ് ഉണ്ടാവും, ഒരു 3 ജഡ്ജ് ഉണ്ടാവും. തെലുങ്ക് ബിഗ് ബോസിലും തമിഴിലുണ്ടോ? എന്തായാലും തെലുങ്ക് ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് 3 ജഡ്ജസാണുള്ളത്. ഒരു നമ്മുടെ ആങ്കറും ഉണ്ട്, ഒരു ഹോസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ബിഗ് ബോസിലെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം എനിക്കറിയില്ല ആരായിരിക്കും ഹോസ്റ്റ്, ആരായിരിക്കും ജഡ്ജസ് എന്ന്. എന്തായാലും നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു, ആരൊക്കെ ആവണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞായിരുന്നു ഇവരായിരിക്കണം, രഞ്ജിനി ഹോസ്റ്റ് ആവണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിലും ഹോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്നത് രഞ്ജിനിയുടെ പേരാണ്. അപ്പോൾ ഇത് നമ്മുടെ ബിഗ് ബോസിന് മുന്നേ നടക്കുന്ന ഒരു പരിപാടിയാണ്, കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ ഓഡീഷൻ നടത്തിയ എല്ലാ കോമണേഴ്സിനും 50ഓളം കോമണേഴ്സിനെ സെലക്ട് ചെയ്ത് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് ഷോ നടത്തി, ഇതിനകത്ത് വോട്ടിംഗ് ഒക്കെ ചെയ്ത്, അതായത് ഇതിനകത്ത് പ്രേക്ഷകരുടെ വോട്ടൊക്കെ ഉണ്ടാകും. അതിലൂടെ ഒരു 6-7 കോമണേഴ്സിനെ മെയിൻ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരും. അതാണ് അഗ്നി പരീക്ഷ ഷോ. അത് നടക്കാൻ പോവുകയാണ്. അതായത് അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു. ഇനി എപ്പോൾ നടക്കുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, ഇതിനകത്ത് പറയാം. അപ്പോൾ കാത്തിരിക്കുകയാണ് നമ്മുടെ മെയിൻ ബിഗ് ബോസ്. ഏകദേശം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ, ഞാൻ പറഞ്ഞായിരുന്നു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആവാനും അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 6th ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ ലോഞ്ച്. അപ്പോൾ അഗ്നി പരീക്ഷ എന്തായിരിക്കും, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേർക്ക് താങ്ക് യു മെയിലാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ അപേക്ഷിച്ചതിന് നന്ദിയാണ്, നോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് കുറേ പേർക്ക് വന്നിട്ടുണ്ട്. കാര്യം ഇഷ്ടംപോലെ ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരെയൊക്കെയല്ലേ വീഡിയോ ഇഷ്ടപ്പെടുത്ത് ഇംപ്രസ്സായി കുറച്ച് പേരെയൊക്കെ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. സോ കാര്യം ഫൈനലായിട്ട് അവർക്ക് ഒരു 50 പേരോളം മതി അഗ്നി പരീക്ഷയ്ക്ക്. അപ്പോൾ ഇത്രയും 10,000-2,000 പേര് അയച്ചത്, അത്രയും പേര്, 2,000 എത്രയൊന്നും നമുക്ക് അറിയില്ല, അത്രയും അയച്ചിട്ടുണ്ടാവും. കാര്യം എല്ലായിടത്തുനിന്നും അയച്ചിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും 3 സോഴ്സ് വഴി അയച്ചേക്കണം. ഒന്ന് ഹോട്ട്സ്റ്റാർ, പിന്നെ മൈജി, അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഗോൾഡ്, അങ്ങനെ. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട്, നമ്മൾ നോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവരിങ്ങനെ അറിയില്ല. അപ്പോൾ ചിലവർ രണ്ടാമത് വൈറ്റ് ഗോൾഡ് വഴി അപേക്ഷിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അയ്യോ നമ്മുടെ എല്ലാ ഹോപ്പ് നഷ്ടപ്പെട്ടു എന്നൊക്കെ. എന്തായാലും അങ്ങനെ ഒരു മെയിൽ വന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ സെലക്റ്റഡ് അല്ലാന്ന് പറഞ്ഞ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനിയും ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച, ഈ ആഴ്ച കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച ഇനി അടുത്ത ഓഡീഷൻ്റെ ഘട്ടങ്ങൾ ആരംഭിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ അതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നുണ്ട് അടുത്ത ആഴ്ച. പിന്നെ ഇനിയും കോളുകൾ കിട്ടാനുള്ള ചാൻസുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് വൈറ്റ് ഗോൾഡിൽ അപേക്ഷിച്ച ആൾക്കാർക്കാണെങ്കിലും ഹോട്ട്സ്റ്റാറിൽ ചാൻസുകൾ കാണുന്നുണ്ട്. കാര്യം ഇനിയും ചിലപ്പോൾ അവർ കോൾ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഈ മാസത്തിൽ അവസാന മാസം, ഈ ജൂലൈ ഒരു ലാസ്റ്റ് വീക്കോട് കൂടി എല്ലാം അവസാനിക്കും. അതായത് എല്ലാം കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ അവർ അഗ്നി പരീക്ഷ ഈ മാസം ലാസ്റ്റ് അഗ്നി പരീക്ഷയുടെ ഷൂട്ട് തുടങ്ങാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അതായത് ഈ മാസം തൊട്ട്, അതായത് ലാസ്റ്റ് തൊട്ട് നമുക്ക് അഗ്നി പരീക്ഷയുടെ ഷൂട്ട്. എപ്പിസോഡ് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. എപ്പിസോഡ് മിക്കവാറും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. അഗ്നി പരീക്ഷ നമുക്ക് TV കാണാൻ പറ്റും, ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റും. പക്ഷേ എന്തായാലും ഷൂട്ട് ഈ മാസം, അതായത് ജൂലൈ മാസം ലാസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച, അതായത് നമ്മുടെ ഈ അടുത്ത ആഴ്ച മിക്കവാറും ഗ്രൂപ്പ് ഡിസ്കഷനും ഇനിയും കോളുകൾ കിട്ടാത്തവർക്ക് ചിലപ്പോൾ അതായത് താങ്ക് യു നോട്ട് കിട്ടിയവർക്ക് ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി വേറെ സോഴ്സ് വഴി അപേക്ഷിച്ചവർക്ക് ഈ വൈറ്റ് ഗോൾഡോ
അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്റ്റാർ മൈജി വഴിയാണ് വൈറ്റ് ഗോൾഡ് ആണ് ഇനി കുറച്ച് ചാൻസ് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം, അതൊന്നും ചിലപ്പോൾ എടുക്കാനുള്ള ചാൻസുകൾ ഇനിയും കാണാൻ ഒരു 10% ചാൻസ് നിങ്ങൾ നോക്കി ഒരു ഹോപ്പ് വെച്ചോളൂ നിങ്ങളുടെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ഈ മാസം ലാസ്റ്റ് മിക്കവാറും നമ്മുടെ അഗ്നിപരീക്ഷയുടെ ഷൂട്ട് ആരംഭിക്കും. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ നമുക്ക് അപ്പോൾ തന്നെ ഷൂട്ട് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൊമോസൊക്കെ വന്നു തുടങ്ങും. മിക്കവാറും പ്രൊമോയ്ക്കകത്ത് ജഡ്ജസും ഹോസ്റ്റും ചേർന്നിട്ടുള്ള പ്രൊമോ ആയിരിക്കും. അതിൽ ലാലേട്ടൻ്റെ പ്രൊമോ ആയിരിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ ചിലപ്പോൾ അതൊരു പുതിയ ഫോമാറ്റിലൊക്കെ ആയിരിക്കും. അവരുടെ ഒരു എല്ലാം നമുക്ക് അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പം പുതിയ ഫോമാറ്റിലൊക്കെയുള്ള ആയാൽ നന്നായിരിക്കും കേട്ടോ. അതായത് ലാലേട്ടൻ ഹോസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊമോയോ അല്ലെങ്കിൽ ഹോസ്റ്റും ജഡ്ജസുമായിട്ട് നമ്മളെ അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രൊമോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 50 കോമണേഴ്സിനെ ഞാൻ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും 50 കോമണേഴ്സ്? ഇത്രയും ആൾക്കാരിൽ നിന്നും അവരെടുത്ത 50 പേര് ആരായിരിക്കും എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ആരൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും? കാര്യം ഈ 50 പേരിൽ ഒരു 6 പേർക്ക് മെയിൻ സീസണിൽ കയറാൻ പറ്റുമെങ്കിലും ഈ 50 പേർക്കും നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്നൊരു അവസരമാണ് അഗ്നിപരീക്ഷ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയെങ്കിൽ നഷ്ടം തന്നെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾ ഇനി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് അഗ്നിപരീക്ഷ. കാര്യം അതിലും നിങ്ങളെ എല്ലാവരും തിരിച്ചറിയും. ആൾക്കാർ അത്രയും എപ്പിസോഡ്സിൽ നിങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 50 പേരിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ല രീതിയിൽ നല്ല റിയൽ ആയിട്ട് നിന്നിട്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാം. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 മലയാളത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ അഗ്നിപരീക്ഷ ഉള്ളതുകൊണ്ടാണ് ബാക്കിയൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത്. ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് വരും കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താ ഇല്ലാത്തത്? ആകെ ഒരു മ്ലാനത വരുന്നുണ്ട്. അതുമായിട്ട് എന്തായാലും കുറേ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ അതാ വന്നിട്ടുണ്ടല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്രാവശ്യം കോമണേഴ്സ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഓപ്പോസിറ്റായിട്ട് ആരായിരിക്കും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നോൺ ഫേസസ് ആരായിരിക്കും എന്നുള്ളത് അറിയില്ല. പ്രഡിക്ഷൻസ് മാത്രമാണ്. അതിനകത്ത് ചിലപ്പം ഒരു 20% പേര് ചിലപ്പം കൺഫേം ആവും. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൺഫർമേഷൻ ലിസ്റ്റ് കൂടുതൽ കിട്ടും. കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ആരൊക്കെയാണ് ലോക്കപ്പും അലയൻസും ഒക്കെ കാണുന്ന ആൾക്കാർ കൈവെക്കൂ. ഞാൻ അലയൻസ് നല്ലൊരു പരിപാടിയാണ് കേട്ടോ, നല്ല ഷോയാണ്. കുറച്ചും കൂടെ ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡാണ് അലയൻസ്. ഇപ്പോൾ കുറച്ച് ആയി വരുന്നുണ്ട്. ആ ഒരു റിയാലിറ്റി ഷോയുടെ ലെവലായി വരുന്നുണ്ട്. ആദ്യം നല്ല രസം ഉണ്ടായിരുന്നു. ലോക്കപ്പ് ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. 2 ദിവസം ഇല്ല എന്നാലും കാണുന്നുണ്ട്. അതിൽ കോൺട്രോവേഴ്സീസും നെഗറ്റിവിറ്റീസും ഒക്കെ വാരി വിതറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങളോട് ലോക്കപ്പിന് എന്താണ് ഈ രഹസ്യങ്ങൾ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് കേട്ടോ. എല്ലാവരും പറയാൻ ആഗ്രഹിക്കാത്ത രഹസ്യങ്ങളും കൊണ്ട് കുറച്ച് പേര് വരുന്നു. ആരും അറിയാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത 3 രഹസ്യം കൊണ്ടുവന്നാണ് ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നത്. എന്നിട്ട് ആ രഹസ്യങ്ങൾ ഓരോന്നോരോന്നിട്ട് എൻ്റെ ലൈഫ് ലൈനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തായാലും അറിയുമല്ലോ എല്ലാവരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എന്ത് സംഭവം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്നാലും ലോക്കപ്പ് ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ പ്ലാൻ ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ദാ ശില്പ ഷിൻഡെയൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ വേറെയും കുറേ എൻട്രി വികാസ് ഗുപ്തയൊക്കെ കയറാൻ പോകണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു പിടിയുമില്ല. എന്തായിരുന്നാലും അവർ ഈ ഷോയെ, അതായത് ഇക്ത കപൂർ ഈ ഷോയിനെ മാക്സിമം സ്പൈസിയും കോൺട്രവേഴ്സിയലും ആക്കാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ അലയൻസ് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ പോലെയാണ് പോകുന്നത്. അതിനകത്ത് കുറേ നെഗറ്റിവിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാകുന്നുമുണ്ട്. ഇപ്പം ഈ ഒരാഴ്ച കൊണ്ടാണ് നെഗറ്റിവിറ്റി ഇങ്ങ് കയറി വന്നത്. പക്ഷേ ലോക്കപ്പ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി, വേറെ ഒന്നുമില്ല. കാരണം കംപ്ലീറ്റ് നെഗറ്റിവിറ്റി എന്ന് മാത്രമല്ല, കംപ്ലീറ്റ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ പോലെ. എനിക്ക് അലയൻസ് ഫീൽ ചെയ്തത് പണ്ടത്തെ റിയാലിറ്റി ഷോസാണ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു ഇപ്പോഴത്തെ പറഞ്ഞാൽ ഫുൾ എന്താ പറയേണ്ടത്, ഈ നെഗറ്റീവ് ആവാൻ വേണ്ടി കുറേ നമ്മൾ വില്ലനാവുന്നു. അതൊക്കെയല്ലേ ഇപ്പം ലോക്കപ്പിൽ കണ്ടില്ലേ. ശ്രേയ ശരിക്കും നല്ലൊരു കുട്ടിയാണ്. പക്ഷെ നെഗറ്റീവ് ആവാൻ വേണ്ടി ഞാൻ വില്ലനാണെന്ന് പറഞ്ഞ് മാക്സിമം നെഗറ്റീവ് ആകാൻ നോക്കുന്നു. അവസാനം എന്താ ഇപ്പോൾ ഫാൻസ് ഉണ്ടാവുന്നു. ആകാംക്ഷ യോഗേഷും കൂടെ ഒരുമിച്ച് നിന്ന് കളിക്കുന്നു. പിന്നെ പേര് ഹർഷിതാണോ എൻ്റെ പേര്, പുള്ളിക്കാരൻ്റെ ഹർഷിതും ശിവാംഗിയും കൂടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഒരു സീരിയൽ പോലെ കളിക്കുന്നു. അപ്പോൾ ഹർഷിതും രക്തം തിളയ്ക്കുന്നു. ഹർഷിതിന് കുറേ ഫാൻസ് ഉണ്ടാവുന്നു. എല്ലാവരും PR ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത് കേട്ടോ. കമൻറ്റ് സെക്ഷനും അവരുടെ PR ഗ്രൂപ്പ്സൊക്കെ എല്ലാവർക്കും ഓരോ ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ അതിനകത്ത് കയറുന്നത്. ഒരാൾ കയറുമെങ്കിലും PR ആൾക്കാർ, PR മെയിൻ, PR ഹെഡ്, ഇങ്ങനെ ഞാൻ ഹിന്ദിയിലെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഈ കമൻറ്റ് സെക്ഷൻ ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. റിവ്യൂവേഴ്സ് നന്നായിട്ട് റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നല്ല രീതിയിൽ ഇപ്പം ഇവിടത്തെ പോലെ തന്നെ ഈ ഫാൻസ് ഉള്ളവരെ താങ്ങി റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
പക്ഷേ നല്ല റിവ്യൂസ് പറയുന്ന ആൾക്കാരും ഉണ്ട്, അവർക്ക് നല്ല രീതിയിലുള്ള അറ്റാക്കൊക്കെ കിട്ടുന്നുണ്ട് താഴെ. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞല്ലേ പറ്റുള്ളൂ നമുക്ക്. ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഫാൻസ് ഉള്ള ആൾക്കാർ തെറ്റ് ചെയ്താലും അത് തെറ്റല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഫാൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ല. എന്നാൽ ഫാൻസ് ഇല്ലാത്ത ആൾക്കാർ, നെഗറ്റീവായ ആൾക്കാരാണെങ്കിൽ കണ്ടസ്റ്റൻസ്, അവർ എന്ത് ചെയ്താലും ഇത് തെറ്റാണ്, അത് തെറ്റാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റാണ്, അത് തെറ്റാണ്. ഇനി ഫാൻസ് ഉള്ള ആൾക്കാരാണ് അടിക്കുന്നെങ്കിൽ അത് സൂപ്പർ, കാണിക്കോടി നീയാണ് ക്യൂനാണ് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാ റിയാലിറ്റി ഷോയുടെ അവസ്ഥ ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി സീസൺ 8 എന്തൊക്കെ കാണാൻ കിടക്കണു. പക്ഷെ നമ്മൾ അതേപോലെ തന്നെ പോവും. നിങ്ങൾ ലോക്കപ്പും അലയൻസും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൈപൊക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണെന്ന് പറയുക. എന്തായിരുന്നാലും നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം. പിന്നെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് ഒന്ന്, തമിഴിൽ നമ്മുടെ സ്പ്ലിറ്റ്സ് വില്ല, അല്ലെങ്കിൽ എനിക്ക് ലവ് ഐലൻഡ് പോലെയാണ് കൂടുതൽ തോന്നിയത്. ആ സ്പ്ലിറ്റ്സ് വില്ല, ലവ് ഐലൻഡ് പോലത്തെ റിയാലിറ്റി ഷോ നമ്മുടെ തമിഴിൽ വരുന്നുണ്ട്. സെക്കൻഡ് ലവ്, ഇവിടെയൊക്കെ അത് വന്ന വല്ല കലാപം നടക്കും. സെക്കൻഡ് ലവ്. പക്ഷെ അതിനെക്കാട്ടി വൃത്തികൾ നടക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊന്ന് വരുത്താൻ എന്ന് പറയും. മനസ്സിലായി? ഇതെന്താണിത് എന്ന് പറയും. പക്ഷേ എല്ലാ വൃത്തികളിലൂടെ നടക്കുന്നുമുണ്ട്. അതാണ് ഏറ്റവും കോമഡി. എന്തായാലും സെക്കൻഡ് ലവ് ആണ് വരുന്നത്. രമ്യ കൃഷ്ണനാണ് ഹോസ്റ്റ്. നിങ്ങൾ അതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ടൈമിങ് ഞാൻ മറന്നുപോയി. എന്തായാലും രമ്യ കൃഷ്ണനാണ് ഹോസ്റ്റ്. സെക്കൻഡ് ലവ് ഒന്ന് തുടങ്ങാൻ പോണേ ഉള്ളൂ, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അങ്ങനെ അവിടെയും സ്പ്ലിറ്റ്സ് വില്ലയും ലവ് ഐലൻഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിനി എപ്പോഴാണോ എന്തോ, നമുക്ക് സ്പ്ലിറ്റ്സ് വില്ല ലവ് ഐലൻഡ് ഒന്നും വേണ്ട, ലോക്കപ്പ് മതി. ലോക്കപ്പ് എത്രയോ ഈ പുറത്ത് കിടക്കുന്ന കലാപരിപാടികളെല്ലാം കൂടി പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിയാലിറ്റി ഷോ ആയി ലോക്കപ്പ്. അല്ലെങ്കിൽ ലോക്കപ്പ് നല്ലതാട്ടോ. അലയൻസ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ലോക്കപ്പിൻ്റെ എനിക്കതിൻ്റെ ഗെയിം പാറ്റേൺ എനിക്ക് മനസ്സിലാവണില്ല. എപ്പോൾ നോക്കിയാൽ ആഹാരത്തിനടി അതല്ല വേണം. നമുക്ക് നല്ല ഗെയിംസും കുറച്ച് മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അലയൻസിൻ്റെ ഗെയിം പാറ്റേൺ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അലയൻസ് പോലത്തുള്ള ഷോസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വരേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ വന്നാൽ വളരെ നല്ലത് കാര്യം. എന്നാലേ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്, നടക്കുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.